കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അന്വേഷണം നടക്കവേ കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങി കോൺഗ്രസ് നേതൃത്വം. അധികം വൈകാതെ തന്നെ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യം കോടതിയെ ബോധിപ്പിക്കുമെന്ന് കെ മുരളീധരൻ MLA വ്യക്തമാക്കി. അതേസമയം കൊല നടത്തിയത് CPM അയച്ച കൊട്ടേഷൻ സംഘമെന്നും പെരിയ ഇരട്ട കൊലപാതകത്തിൽ പാർട്ടി തള്ളിപ്പറഞ്ഞ പ്രതി പീതാംബരന്റെ വീട്ടിൽ പി കരുണാകരൻ MP പോയത് CPM പങ്കിന് തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചു. CPM കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് നടത്തിയ കൊലപാതകമാണിത്. പരസ്യമായി കൊലവിളി നടത്തിയ PP മുസ്തഫയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. മരിച്ചവരുടെ വീട്ടിൽ പോകാൻ ആഗ്രഹമുള്ളതായി മുഖ്യമന്ത്രി ആരെയും അറിയിച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. വീട്ടിൽ വരുന്നവരുടെ മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാരമല്ലെന്നും പി കരുണാകരന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി മുരളീധരൻ പറഞ്ഞു. അതേസമയം മുൻപ് കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്താതിരുന്ന സംഭവത്തെയും മുരളീധരൻ വിമർശിച്ചു. പോകാൻ താല്പര്യമില്ലാത്തതിനാൽ മാത്രമാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിൽ മുഖ്യമന്ത്രി പോകാതിരുന്നതെന്നാണ് മുരളീധരൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് മരണവീട്ടിൽ പോകാൻ ആരുടെയും അനുമതി വേണ്ടതും കാസർകോട്ടെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുമായി ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് വീടുകളിൽ സന്ദർശനം നടത്തണമായിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാമായിരുന്നു. സംരക്ഷണമൊരുക്കാൻ കോൺഗ്രസ് ഒരുക്കമായിരുന്നു. എന്നാൽ മരണവീട്ടിൽ മുഖ്യമന്ത്രി എത്തിയാൽ മുഖത്ത് തുപ്പാൻ കോൺഗ്രസ് ആളെ നിർത്തിയെന്നാണ് CPM ആരോപിക്കുന്നത്. മുഖത്ത് തുപ്പുന്നത് കോൺഗ്രസ് സംസ്കാരമല്ല, അത് ഒരുപക്ഷെ CPMന്റെ സംസ്കാരമായിരിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. പാലക്കാട് CPIക്കാർ കൊന്ന ലീഗ് പ്രവർത്തകൻ സഫീറിന്റെ വീട്ടിലല്ലാതെ മറ്റൊരു വീട്ടിലും പിണറായി പോയിട്ടില്ലെന്നും മുരളീധരൻ പറയുന്നു. ഷുഹൈബിന്റെ കൊലയാളികളുടെ കരങ്ങൾ പെരിയ കൊലക്കേസിന് പിന്നിലുണ്ടെന്നും മുരളീധരൻ ആരോപിച്ചു. കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യത്തിലുറച്ച് ചൊവ്വാഴ്ച മുതൽ 48 മണിക്കൂർ നിരാഹാരം ആരംഭിക്കാൻ DCC യോഗം തീരുമാനിച്ചിരുന്നു. കേസ് അന്വേഷണത്തിന് നിയോഗിച്ച ക്രൈംബ്രാഞ്ച് സംഘം ജില്ലയിലെത്തി. നിലവിലെ അന്വേഷണ സംഘത്തിന്റെ കൈവശമുള്ള കേസ് ഫയൽ നാളെ കൈമാറും. ഇന്നലെ ജില്ലയിലെത്തിയ ക്രൈംബ്രാഞ്ച് DYSP പ്രദീപ് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കേസ് ഫയൽ വിശദമായി പഠിച്ച ശേഷമായിരിക്കും ക്രൈംബ്രാഞ്ച് സംഘം യോഗം ചേർന്ന് അന്വേഷണത്തിന്റെ രീതി തീരുമാനിക്കുക. സംഘത്തെ നയിക്കുന്ന SP മുഹമ്മദ് റഫീഖ് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വരും ദിവസങ്ങളിൽ DGP ലോക്നാഥ് ബെഹ്റയും ജില്ലയിലെത്തിയേക്കും. പെരിയ ഇരട്ടക്കൊലക്കേസിലെ അന്വേഷണം പ്രാദേശിക തലത്തിൽ ഒതുങ്ങിയപ്പോൾ അവഗണിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ നിർണായകമായെന്ന് അന്വേഷണ സംഘം വിലയിരുത്തിയ തെളിവുകളാണ്. പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ പുറത്തുനിന്നുള്ള കൊട്ടേഷൻ സംഘം നടത്തിയ കൊലപാതകമാണെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ആദ്യ നിഗമനം. ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകളും ശേഖരിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.